ഇന്നത്തെ ഒരു കൊറിയൻ ഡിഷാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ നമ്മുടെ സ്റ്റൈലിൽ ഇന്ത്യൻ സ്റ്റൈലിലേക്കാക്കി ബ്ലെൻഡ് ആക്കിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ കാണിക്കാൻ പോണത്. അത് മാത്രമല്ല, നമുക്കിന്ന് വീഡിയോൻ്റെ ഇടയിൽ നമ്മുടെ ഗിവ് എവേൻ്റെ ചോദ്യം കൂടി ചോദിക്കാം. അപ്പോൾ അതിന് തന്നെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കുക. ഒന്ന് പകുതി കട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ നീളനെ അരിഞ്ഞിട്ടുള്ളത് കേട്ടോ. നല്ല നൈസായിട്ട് തന്നെ അരിഞ്ഞിട്ട് ആ അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഉപ്പ് നന്നായിട്ട് മിക്സ് ആക്കുക. എല്ലാ സവാളയിലേക്ക് ആവുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് മിക്സ് ആക്കുക കേട്ടോ. അപ്പോൾ ഇതിന് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ആ സവാളയിലുള്ള വെള്ളം ഉണ്ടാവും, എന്തായാലും ഒരു ടേബിൾ സ്പൂണോളം ഉണ്ടാവും. അപ്പോൾ അത് നന്നായിട്ട് ഇറങ്ങി വരാൻ അവിടെ ഇരിക്കട്ടെ. ഇനി വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് വെള്ളം എടുക്കുക. സാധാരണ വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് കേട്ടോ, 3 ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇടാം. അപ്പോൾ അതവിടെ 3 എണ്ണം നമ്മൾ മുഴുവനായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ സ്റ്റാർച്ച് പോകാനാണ് കേട്ടോ 2 വട്ടം നമ്മൾ വെള്ളത്തിൽ കഴുകിയെടുക്കണത്. അപ്പോൾ ആദ്യം തന്നെ നല്ല പതപതിയൊക്കെ ആയിട്ട് ഇങ്ങനെ വരും, നല്ലോണം സ്റ്റാർച്ച് ഉണ്ടാവും. ഇങ്ങനെ നന്നായിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ ഓട്ടയിൽ കൂടിയാണ് ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. ചില ഗ്രേറ്റ് ചെയ്യണതിൽ കണ്ടിട്ടുണ്ട് 2 ഓട്ടകൾ. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരെണ്ണം വലുതാണ്, അപ്പോൾ ചെറിയതിൽ വെച്ചിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കേണ്ടത്, ശ്രദ്ധിച്ചോളൂ. അപ്പോൾ അതേ രണ്ടാമത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിന് മുന്നേ നമുക്ക് ആ സവാള ഇപ്പോൾ ഒന്നായിട്ടുണ്ടാവും നല്ലോണം, അതൊന്ന് പിഴിഞ്ഞെടുക്കാം. അതിൽ ആ വെള്ളമൊക്കെ ഒന്ന് അരിപ്പേ കൂടി തന്നെ ഒന്ന് കൈ കൊണ്ട് തന്നെ നന്നായി പിഴിഞ്ഞാൽ മതി. അപ്പോൾ അതിപ്പോൾ പൊക്കോളും. അപ്പോൾ ഞാൻ കണ്ട ഒരു ടേബിൾ സ്പൂണോളം വെള്ളമുണ്ട്. ഇത് നമുക്ക് ആവശ്യമില്ല കേട്ടോ, അത് അവിടെ കളയാം. ഇനി നമുക്ക് വേണ്ടത് ഈ ഉരുളക്കിഴങ്ങ് രണ്ടാമത്തെ ട്രിപ്പ് നമ്മൾ കഴുകിയത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞിട്ട് ആ സവാളയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ, നേരിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് മുഴുവനായിട്ട് പൊക്കോട്ടെ വെച്ചിട്ട് അരിപ്പയിലേക്ക് ഇട്ടുമെന്ന് മാത്രം. അതിൻ്റെ ആവശ്യമില്ല, നേരിട്ട് സവാളയിലേക്ക് തന്നെ നിങ്ങൾ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു വെളുത്തുള്ളി ചതച്ചാണ് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള വെളുത്തുള്ളിയാണ്. ചെറിയ സൈസ് വെളുത്തുള്ളി ആണെങ്കിൽ 2 എണ്ണം എടുത്താണോ, നന്നായിട്ട് ചതച്ച് പേസ്റ്റ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു പച്ചമുളകും നന്നായിട്ട് ചതച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. നല്ല എരിവുള്ള പച്ചമുളക് ഇട്ടോളൂ, അപ്പോൾ നല്ല ഫ്ലേവർ ആയിരിക്കും. ഇതിലേക്ക് 2 ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂൺ റവ ഇട്ട് കൊടുക്കാം. ചെറിയ തരിയുള്ള റവയാണെങ്കിൽ നല്ലതാണ്, വലുതാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലോറും. അപ്പോൾ ഈ 2 ടീസ്പൂൺ അരിപ്പൊടിയും 2 ടീസ്പൂൺ കോൺഫ്ലോറും നല്ല ഹീപ്പ്ഡ് ടീസ്പൂൺ എടുത്തോളൂ കേട്ടോ, നിറച്ച് തന്നെ എടുത്തോളൂ. ഇതിലേക്ക് എരിവിന് ഒരു കുത്തി പൊടിച്ച മുളക് പൊടി ഒരു 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. അപ്പോൾ നേരത്തെ നമ്മൾ സവാളയിലേക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ ഉപ്പ് ചേർക്കുമ്പോൾ സൂക്ഷിച്ച് ചേർത്തോളൂ, കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. കാരണം ഉപ്പ് അങ്ങനെ മുന്നിട്ട് നിൽക്കരുത്. അപ്പോൾ അത് നമ്മൾ ഫ്രൈ ചെയ്യണതാണ്, അപ്പോൾ ഒരു ഉപ്പ് ഭയങ്കരമായിട്ട് കൂടിയിട്ട് നിൽക്കും. അപ്പോൾ ഒരു പാകത്തിനുള്ള ഉപ്പ് മതി. ഇനി ഇത് നന്നായിട്ട് കൈ കൊണ്ട് തിരുമ്മിയിട്ടുണ്ട്. ഇപ്പോൾ നന്നായി കൈ കൊണ്ട് തിരുമ്മി പിടിപ്പിച്ചതിന് ശേഷം അതിൻ്റെ ഒരു 2 ടേബിൾ സ്പൂൺ മാത്രം എടുത്തിട്ട് മിക്സി ജാറിൽ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നല്ലൊരു ബൈൻഡിങ് കിട്ടാനായിട്ടാണ് ഇത് നമ്മൾ കോരി ഒഴിക്കണ പോലെ അങ്ങനെ ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ 2 ടേബിൾ സ്പൂൺ നമ്മൾ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് ആ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ആക്കുക. അപ്പോൾ ആണ് നമ്മുടെ കറക്റ്റ് ടെക്സ്ചർ നമുക്ക് കിട്ടുക. അപ്പോൾ ഇത് ഇങ്ങനെ മുഴുവനായിട്ട് അരക്കരുത്, 2 ടേബിൾ സ്പൂൺ മാത്രം അങ്ങനെ അരച്ചാൽ മതി. അല്ലെങ്കിൽ ആ സവാളയുടെ ഒരു കനപ്പുണ്ടാവും വല്ലാണ്ട് അങ്ങനെ അരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതേ കണ്ട ഒരുവിധം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സ്ട്രക്ചറാണ് നമുക്ക് വേണ്ടത്. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടാവുമ്പോൾ ഫ്ലെയിം ലോ ആക്കി വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് ഇതുപോലെ കോരി ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇട്ടിട്ട് ഇത് ഷേപ്പാക്കി കൊടുക്കുക കേട്ടോ, റൗണ്ട് ഷേപ്പിൽ. നമുക്കിഷ്ടമുള്ള കുഞ്ഞേ ഷേപ്പിലാക്കാം കേട്ടോ വേണമെങ്കിൽ. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നല്ലത് ഇതുപോലെ വലിയ ഇതാക്കണേട്ടും കുഞ്ഞേ ഷേപ്പാക്കായിരിക്കും നല്ലത്. കുഞ്ഞേ റൗണ്ടുകളായിട്ടേ പത്തിരിയൊക്കെ പോലെ ഇപ്പോൾ ഇത്തിരി വലിയ ഇതായിപ്പോയി. അപ്പോൾ തിരിച്ചിടാൻ നമുക്ക് ബുദ്ധിമുട്ടാവും. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിലൊരു ഡ്രോബാക്ക് ഉണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞു തരാം അവസാനം എന്താണ്. നല്ല കിടിലൻ ടേസ്റ്റാണ് കേട്ടോ അത്. നമുക്കിത് സ്നാക്കായിട്ട് കഴിക്കാം. പിന്നെ കുറച്ച് ഉപ്പ് കൂട്ടിയിടുക, അല്ലെങ്കിൽ എരിവും കുറച്ചും കൂടി കൂട്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ ഒപ്പം കൂടെ കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിലിടാം. എന്നിട്ട് നന്നായിട്ട് അടിഭാഗം ബ്രൗൺ ഷെയ്ഡ് ആവണം കേട്ടോ. നല്ല ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ മാത്രം തിരിച്ചിടുക. അപ്പോൾ ഇതുപോലെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ റെഡി കിട്ടും. അപ്പോൾ ഞാൻ പിന്നത്തെ രണ്ടാമത്തത് ഇത്തിരി വലിപ്പം കുറച്ചിട്ടുണ്ടാക്കി. അപ്പോൾ അതൊന്ന് ഇത്തിരി കൂടി സുഖമായിട്ട് മറിച്ചിടാനായിട്ട് പറ്റി. ഇതിപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടായി, പ്ലേറ്റ് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇത്തിരി വലിപ്പം കൂടിയ കാരണം. അപ്പോൾ ഇതിൻ്റെ ഡ്രോബാക്ക് ഇതൊന്നല്ല കേട്ടോ, ഞാൻ പറഞ്ഞു തരാം അവസാനം. ഗിവവേയുടെ ക്വസ്റ്റ്യൻ ചോദിക്കണ്ടേ, നമുക്ക് ചോദിക്കാം. അതിന് മുന്നേ ഇതുപോലെ ഇത് ഒഴിച്ചതിന് ശേഷം നമ്മൾ ആ ഒഴിക്കുന്ന സ്പൂണോ തവി എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് സൈഡ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കണം കേട്ടോ. അതും കൂടെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അത് നല്ല ബൈൻഡായിട്ട് ഇങ്ങനെ നിന്നോളും. അപ്പോൾ ഇനി നമുക്ക് ഗിവവേയുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഗിവവേയിൽ ആർക്ക് വേണമെങ്കിൽ പങ്കെടുക്കാം കേട്ടോ. അത് കാണുന്ന ആർക്ക് വേണമെങ്കിൽ ഗിവവേയിൽ പങ്കെടുക്കാം. കഴിഞ്ഞ പ്രാവശ്യം പങ്കെടുത്തവരും പങ്കെടുക്കാത്തവരും ഒക്കെ പങ്കെടുക്കണം.
അതാണ് നമ്മുടെ ആഗ്രഹം. കൂടുതൽ പേരുണ്ടാവണം. ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അടുത്ത് തന്നെ ഗിവ് അവേ നിർത്തേണ്ടി വരും. അപ്പോൾ ഗിവ് അവേയുടെ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മുടെ ഈ കാണുന്ന ഇന്നത്തെ ഈ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിലാണ് ഷെയർ ചെയ്യേണ്ടത്. 2 ആഴ്ചയ്ക്കുള്ളിൽ ഷെയർ ചെയ്യണം. അതായത് ജൂൺ 8-ാം തീയതിക്ക് മുന്നേ, 2024 ജൂൺ 8-ാം തീയതിക്ക് മുന്നായിട്ട് എഴുതുക കമൻറ്റ് ബോക്സിൽ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മൾ ഈ അടുത്ത് തന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് വ്ളോഗ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അടുപ്പിച്ച് കുറേ വ്ളോഗ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ വെക്കേഷനിൽ, ഇതിൻ്റെ ഈ വീഡിയോൻ്റെ ഒക്കെ തൊട്ട് മുന്നായിട്ട് ആ അടുപ്പിച്ചിട്ട വ്ളോഗ്സിൽ ഒരു വ്ളോഗിൽ നമ്മൾ 2 കുട്ടികൾ പട്ടം ഉണ്ടാക്കിയിട്ട് വിൽക്കുന്നതായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അവരെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആ 2 കുട്ടികളുടെ പേര് അതിൽ പറയുന്നുണ്ട്. അത് എന്താണ് അവരുടെ പേരുകൾ എന്നാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. അപ്പോൾ അതിൻ്റെ ആൻസർ ഈ കമൻറ്റ് ബോക്സിൽ എല്ലാവരും ഷെയർ ചെയ്യാം. അപ്പോൾ അതായത് നമ്മുടെ 2ാമത്തെ പാൻ കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൊട്ടറ്റോൻ്റെ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതുപോലെ മുറിച്ചിട്ട് ഇതിൻ്റെ ടെക്സ്ചർ നല്ല മുരിഞ്ഞിട്ടാണ് പുറമെ, ഉള്ളിൽ നല്ല സോഫ്റ്റും. പിന്നെ ഇതിൻ്റെ ഡ്രോബാക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് നന്നായിട്ട് എണ്ണ കുടിക്കും. ഉരുളക്കിഴങ്ങല്ലേ, അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് നന്നായി എണ്ണ കുടിക്കും. ഒരു ടിഷ്യൂ എടുത്തിട്ട്, ഒറ്റ ടിഷ്യൂ മതി കേട്ടോ. അതുകൊണ്ട് നന്നായിട്ട് ആ പുറം ഭാഗം മാത്രം ഒന്ന് നന്നായിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഒപ്പിയെടുക്കാം. എന്നിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി കൂടി നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.